നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വഴുതന കൊണ്ടുള്ള ഒരു മസാലക്കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പുരിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമേ കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കാം. വഴുതനങ്ങ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമുക്ക് വഴുതനങ്ങയ്ക്ക് ഇടാനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു സ്വല്പം മല്ലി ഇട്ടിട്ടുണ്ട്, ഒരു 5 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടാൻ പോകുന്നത് പറഞ്ഞാൽ 2 പച്ചമുളക് നെടുകെ കീറി ഇടാൻ പോകണം. ഇനി ഇടുന്നത് ഒരു കഷ്ണം ഇഞ്ചി 4 കണ്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി, ചുമന്നുള്ളി ഒരു 7-8 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാൻ പോവാണ്. തേങ്ങ ഒത്തിരി മൂപ്പിച്ചെടുക്കേണ്ടതെന്ന് ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് അതിൻ്റെ വെള്ളമായി മാറി ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഒരു 3 ടൊമാറ്റോ കൂടി നമ്മൾ കട്ട് ചെയ്തിടാൻ പോകണം. ഇത്രയാണ് നമ്മൾ വഴുതനങ്ങ മസാലയ്ക്ക് വേണ്ടി എടുക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതെല്ലാം കൊണ്ടൊന്ന് ചെറുതായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഒത്തിരി വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം നമുക്കിതൊന്ന് മാറ്റി ഒന്ന് ആറാൻ വെക്കാം. ഇതിൽ ചൂടാറിയതിന് ശേഷമേ നമുക്കൊന്ന് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ആ പാനകത്തോട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാൻ പോകണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ടുകൊടുക്കാം.
വഴുതനങ്ങ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി. നമ്മൾ നേരത്തെ പച്ചമുളകും പച്ചമുളകും ഒക്കെ അരച്ചിട്ടുള്ളതുകൊണ്ട് അധികം എരിവിൻ്റെ ആവശ്യമില്ല. പിന്നെ അവരവർക്ക് ഇഷ്ടമുള്ള എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി പൊടിച്ച് വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലയെല്ലാം നമ്മുടെ വഴുതനങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. മസാല എല്ലാം വഴുതനങ്ങ പിടിച്ച് വന്നിട്ടുണ്ട്. വഴുതനങ്ങ വെന്തും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആദ്യമേ തയ്യാറാക്കിയ മസാല നമ്മൾ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. അത് അരച്ചതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് ഇത് കിടന്നൊന്ന് തിളച്ചൊന്ന് പറ്റട്ടെ. ഇതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വഴുതനങ്ങ മസാല റെഡിയായി കഴിഞ്ഞു. കാരണം അതിൻ്റെ എണ്ണയൊക്കെ കണ്ടോ മേളിൽ നല്ലതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് സ്വല്പം മല്ലിയില കൂടി അരിഞ്ഞിട്ട് കൊടുക്കാൻ പോകണം. സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വഴുതനങ്ങ മസാല. വളരെ ടേസ്റ്റിയാണ്. തേങ്ങയൊക്കെ അരച്ച് മസാലയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം.